ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു പ്രഭാതം കൂടി കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നൽകിയ നല്ല സന്ദർഭത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകലിൽ നാം ചിന്തിക്കുന്ന ദൂതുകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ചില ദിവസങ്ങളായി നാം ചിന്തിച്ചു വരുന്നത് ആത്മീയ സമ്പന്നതയെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ നിറവിനെക്കുറിച്ച് ഇന്ന് പകലിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ദൈവരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. മാനുഷിക ശബ്ദമല്ല, ദൈവിക ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം നമ്മുടെ കാതുകളെ ഒരുക്കുക, നമ്മളെ തന്നെ ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ലഭിക്കുന്ന ദൈവവചനങ്ങളൊക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തെ പരിപോഷിപ്പിക്കണം, മാത്രമല്ല അത് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുന്നതിന് കാരണമായി തീരണം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അപ്പോൾ പത്രോസ് അനന്യാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? ഇവിടെ പരിശുദ്ധാത്മാവിനെതിരെ പ്രവർത്തിച്ച രണ്ട് വ്യക്തികളുടെ പശ്ചാത്തലങ്ങളെക്കുറിച്ചാണ് നാം പ്രാരംഭത്തിൽ ചിന്തിക്കുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പ്രസ്താവന തിരുവചനത്തിൽ നാം കാണുന്നത്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് മനുഷ്യനെ സകല സത്യത്തിലും വഴി നടത്തേണ്ടതാണ്. മാത്രമല്ല മനുഷ്യന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുവാൻ തക്കവണ്ണം പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുത്രൻ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന കാര്യസ്ഥനാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. തൃത്വത്തിൽ മൂന്നാമനാണെങ്കിലും നാം പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ആ ദൈവത്തോട് വ്യാജം കാണിപ്പാൻ തുനിയരുത് എന്ന പ്രസ്താവനയാണ് ഇവിടെ വൈദ്യനായിരിക്കുന്ന ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ പശ്ചാത്തലം? നമുക്കറിയാം, ആദിമ നൂറ്റാണ്ടിലെ സഭയുടെ വളർച്ചയുടെ ശൈശവ ദശയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയെ വളർത്തുകയാണ്. വീര്യപ്രവർത്തികളാൽ, അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ അനേകർ ദൈവത്തിൻ്റെ സത്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് 1-ാം നൂറ്റാണ്ടെന്ന് പറയുന്നത്. കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് ആജ്ഞ കൊടുത്തു, കൽപ്പന കൊടുത്തു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ശമര്യയിൽ, യഹൂദയിൽ, യെരുശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെല്ലാം സാക്ഷികളാകണം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം യെരുശലേമിൽ സാക്ഷിയാകണം, യഹൂദയിൽ സാക്ഷിയാകണം, ശമര്യയിൽ സാക്ഷിയാകണം, ഭൂമി മുഴുവൻ, ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. ആ കർത്താവിൻ്റെ ആജ്ഞ അനുസരിച്ച് സഭ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. നമുക്കിവിടുത്തെ പശ്ചാത്തലം അറിയാം. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ എല്ലാവരും വകകൾ വിറ്റ് പുതുമുതൽ എന്നെണ്ണുന്ന ഒരു സമ്പ്രദായം. അവിടെ വലിയവനില്ല, ചെറിയവനില്ല. അവിടെ സാമ്പത്തിക ദാരിദ്ര്യമുള്ളവനില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവനില്ല. എല്ലാവരും ഒരുപോലെ. ആരെങ്കിലുമൊക്കെ സമ്പന്നനാണെങ്കിൽ ആ സമ്പന്നതയെല്ലാം വിറ്റ് കൊണ്ടുവന്ന് എല്ലാവർക്കും ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. അവിടെ രണ്ട് വ്യക്തികൾ, ഞാനവരെ വലിയ കുറ്റക്കാരായി കാണുന്നില്ല, പക്ഷെങ്കിൽ അവർ പരിശുദ്ധാത്മാവിൻ്റെ കാണിച്ച പ്രവൃത്തിയെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ വളരെ ശക്തമായിട്ട് ഇവിടെ എഴുത്തുകാരൻ ചൂണ്ടിക്കാണിക്കുകയാണ്. എല്ലാവരും അവരുടെ വസ്തുവകകൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുന്നു എന്ന അർത്ഥം അപ്പോസ്തലന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് അവർക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുമ്പോൾ ആണത് ഷെയർ ചെയ്ത് ആവശ്യക്കാർക്കും ആവശ്യമുള്ളവനും ഇല്ലാത്തവനും ഒരുപോലെ കൊടുക്കുന്നത് അവരാണ്. ആകയാൽ അവരങ്ങനെ ചെയ്തു വരുന്നു. ഇവിടെ ഭാര്യ ഭർത്താക്കന്മാരായ അനന്യാസും സഫീറയും വിശ്വാസത്തിൽ വളരെ ശക്തനാണ്, നിഷ്കളങ്കരായ വിശ്വാസികളായിരുന്നു. പക്ഷെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് കണ്ട് ഇവർക്കും ഒരു താല്പര്യം ഉണ്ടായി. അവരുടെ നിലം വിറ്റു. പക്ഷെങ്കിൽ പെട്ടെന്ന് സാത്താൻ അവരുടെ ഹൃദയത്തിൽ കടന്നുകൂടി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഈ രാവിലെ സമയം നാം ഒരു കാര്യം മനസ്സിലാക്കണം. നാം ദൈവസന്നിധിയിൽ ശുദ്ധ മനസ്സാക്ഷിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നാം ഒരുക്കവാ. പക്ഷെ പലപ്പോഴും നാം അറിയാതെ പിശാച് നമ്മുടെ വിശ്വാസത്തെ തകിടം മറിക്കുവാൻ, സമൂഹത്തിൽ നമ്മെ ഏറ്റവും കുറ്റക്കാരനായി, മോശക്കാരനായി ചിത്രീകരിപ്പാൻ തക്കവണ്ണം പിശാച് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എന്ന കാര്യം നാം മറക്കരുത്. അതുകൊണ്ടാണ് പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. പരിശുദ്ധാത്മാവാണ് ഒരു മനുഷ്യനെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം പെരുമാറി പ്രവർത്തിച്ച് അവനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധനായി
പ്രഖ്യാപിച്ച് അവരെ കർത്താവിൻ്റെ നാളിലേക്ക് നിലനിർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനോട് ഇവർ വ്യാജം കാണിക്കുകയായിരുന്നു എന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ അവർ പെട്ടെന്ന് രണ്ടുപേരും കൂടെ ഒരു ധാരണയിൽ വന്നു. നമുക്ക് വസ്തുവിൻ്റെ വിലയിൽ കുറച്ച് എടുത്തു വെക്കാം. എന്തുകൊണ്ടാണ് പിശാച് ആ നിലയിൽ അവരുടെ ഹൃദയത്തിൽ പ്രവർത്തിച്ചതെന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും ദൈവവേലയിൽ കൊടുക്കുന്ന ദൈവമക്കൾ ഇത്രയും പണത്തിൻ്റെ ആവശ്യമിടയില്ല. നമുക്കത് വേറെ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. നാം കൊടുക്കുന്ന പണം വേണ്ട രീതിയിൽ ചിലവഴിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്ന തെറ്റായ ചിന്ത, തെറ്റായ ആശയം പിശാച് അവരുടെ ഹൃദയത്തിൽ കൊടുത്തു. അതിൻ്റെ വെളിച്ചത്തിലാണ് അവരങ്ങനെ ഒരു മാറി ചിന്തയിലേക്ക് വരുന്നത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ദൈവവേല അവസാനത്തോളം ചെയ്യാൻ തക്കവണ്ണം നമ്മൾ ദൈവസ്ഥനിൽ തീരുമാനമെടുത്തിട്ടുണ്ടായിരിക്കാം. ദൈവവേലയ്ക്ക് വേണ്ടി എന്നാൽ ആവോളം പ്രവർത്തിക്കും, എനിക്ക് ദൈവം തരുന്ന ആയുസ്സിൻ്റെ മധ്യത്തിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ പലപ്പോഴും സാഹചര്യങ്ങൾ നമ്മൾ ചിന്തിച്ചതിനേക്കാൾ അപ്പുറത്ത്, നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്ത് സാഹചര്യങ്ങൾ മാറി മറിയുമ്പോൾ നമ്മുടെ തീരുമാനം മാറ്റുവാൻ ഒരിക്കലും അനുവാദമില്ല എന്ന കാര്യം മറക്കരുത്. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കണം. ദൈവം ഒരുക്കുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക്, ആ പ്രത്യാശയിലേക്ക് മനുഷ്യനെ അനയിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആ പദ്ധതി. ആ പദ്ധതിക്ക് വിഘടമായി, അതിന് തടസ്സമായി പിശാച് വളരെ ശക്തിയിൽ പ്രവർത്തിച്ചപ്പോഴും ദൈവം തൻ്റെ തീരുമാനത്തെ മാറ്റിയില്ല. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ നിലപാട് മാറ്റിയില്ല. ആ പ്രതികൂലങ്ങളുടെ മധ്യത്തിലും ദൈവത്തിനു വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടവനായി മനുഷ്യൻ്റെ രക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് സകല മനുഷ്യരെയും പാപത്തിൻ്റെ ആ ആധിത്യത്തിൽ നിന്ന്, പാപത്തിൻ്റെ അധികാരത്തിൽ നിന്ന്, അധീനതയിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി കർത്താവ് ഉറച്ചു നിന്നു പ്രവർത്തിച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ രണ്ടുപേരും അതേ ഒരു തീരുമാനത്തിലെത്തി. പകുതി അപ്പോസ്തലന്മാരെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു. ഒറ്റ ചോദ്യമേ പത്രോസ് ചോദിക്കുന്നുള്ളൂ, നിങ്ങൾ ഈ വിലയ്ക്കാണ് വസ്തു വിറ്റത്? അവരുടെ വസ്തുവിൻ്റെ മൂല്യം പത്രോസിന് അറിയാൻ ആഗ്രഹമില്ല. എത്ര ലക്ഷം രൂപ കിട്ടി എന്നറിയാൻ ആഗ്രഹമില്ല. പക്ഷെങ്കിൽ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, നിങ്ങളുടെ വസ്തു, നിങ്ങൾക്കുണ്ടായിരുന്ന വസ്തു ഈ വിലയ്ക്കാണോ വിറ്റത്? അതുമാത്രം അറിഞ്ഞാൽ മതി. നിങ്ങൾ എടുത്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെങ്കിൽ ഇവർ അതേ എന്ന് അനന്യാസ് പറഞ്ഞു. അനന്യാസിനോട് പത്രോസ് പറഞ്ഞു, പത്രോസേ, നീ കേവലം എന്നോടല്ല വ്യാജം പറയുന്നത്, സഭയോടല്ല വ്യാജം പറയുന്നത്, നീ ഇവിടുത്തെ ദൈവവേലയോടല്ല വേലയ്ക്കല്ല തടസ്സമായി നിൽക്കുന്നത്. നീ വ്യാജം പറയുന്നത്, പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവെന്ന ദൈവത്തോടാണ് എന്ന ചിന്തയാണ് അവനോട് പറയാനിടയായി തരുന്നത്. നാം മനസ്സിലാക്കണം, നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഇവിടെ അതാണ് പത്രോസ് പറയുന്നത്. മനസ്സ് വെച്ചത് എന്ത്? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറയുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ് എന്ന ചിന്തയിൽ വേണം നാം ചിന്തിക്കുവാൻ. നമ്മുടെ ചിന്തകളും വിചാരങ്ങളും ആ നിലയിലായിരിക്കണം. നമ്മെ നയിക്കുന്നതിന് വേണ്ടി, നമ്മെ ശക്തീകരിക്കുന്നതിന് വേണ്ടി ഒരു ന്യായവിധി ലോകത്തിനുണ്ട്. ഒരു ന്യായവിധിക്ക് വേണ്ടി ഈ ലോകം ഒരുങ്ങുന്നു. പക്ഷെങ്കിൽ ആ ന്യായവിധിയുടെ മുമ്പിൽ നിങ്ങൾ നിഷ്കളങ്കരായി ദൈവസ്ഥനിൽ കുറ്റമറ്റ മനസാക്ഷിയോടെ നിൽക്കണം എന്ന ചിന്തയിൽ ക്രിസ്തുവിന് വേണ്ടി നിങ്ങളെ വിശുദ്ധിയുള്ളവരായി അതേ ശുദ്ധ മനസാക്ഷിയിൽ നിലനിർത്തുവാൻ തക്കണം അഹോരാത്രം അധ്വാനിക്കുന്നതാണ് ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. കർത്താവിൻ്റെ പ്രവർത്തനം ഏതാണ്ട് 3.5 വർഷക്കാലമായിരുന്നു പബ്ലിക്കിൽ. 33.5 വർഷം കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. സ്വർഗത്തിലേക്ക് കരേറി പോകുമ്പോൾ ശിഷ്യന്മാർക്ക് കൊടുത്ത ആജ്ഞയാണ്, ഞാൻ പോയ ശേഷം പിതാവിനോട് സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന കാര്യസ്ഥന് വേണ്ടി യാചിക്കും. ആ കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ആ കാര്യസ്ഥനാണ് ഇനിയുള്ള നാളുകൾ നിങ്ങളെ നയിക്കേണ്ടത്. ആ കാര്യസ്ഥനാണ് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത്. ആ കാര്യസ്ഥന് വിധേയപ്പെട്ട് വേണം നിങ്ങൾ ചിന്തിക്കുവാൻ, പ്രവർത്തിക്കുവാൻ എന്നവരോട് പറയാനിടയായി തീർന്നു. ഈ കാര്യസ്ഥന് വേണ്ടി, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി അവർ മർക്കോസിൻ്റെ മാളികമുറിയിൽ കൂടിയിരുന്നു. 120 പേർ അവിടെ കൂടിയിരിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വന്ന് അവരെ ധൈര്യപ്പെടുത്തി, അവരെ ശക്തീകരിച്ച പരിശുദ്ധാത്മാവാണ് ഇന്ന് സഭയുടെ സൂക്ഷിപ്പുകാരനായി, സഭയുടെ നടത്തിപ്പുകാരനായി, ദൈവത്തിൻ്റെ സഭയാകുന്ന മണവാട്ടിയെ
ദൈവത്തിൻ്റെ സഭയാകുന്ന കാന്തയെ ക്രിസ്തുവിന് വേണ്ടി വളരെ വിശുദ്ധിയോടെ നിർത്തുവാൻ തക്കവണ്ണം ഇന്ന് ഭൂമിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനെയാണ് നമ്മൾ പിന്മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക്, നമ്മുടെ സഭയിലേക്ക്, സഭയുടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി വരേണ്ടതിന് ഈ രാവിലെ സമയം നാമം എത്രത്തോളം ദൈവസന്നിധി നമ്മെ സമർപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇവിടെ രണ്ടാമത് എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കാരണം പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തിയാണോ എന്ന് ഈ ശാന്തമായി ഈ സമയം നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, സത്യത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷം ഒരു പിന്മാറ്റക്കാരനെ പോലെ ജീവിക്കുക, ദൈവമായി ബന്ധമില്ലാതെ ജീവിക്കുക, പ്രാർത്ഥനാ ജീവിതമില്ലാതെ മുന്നോട്ട് പോകുക, ദൈവത്തിൻ്റെ പഠനമില്ലാതെ ജീവിക്കുക, ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തിയാണ് എന്ന കാര്യം നാം മറക്കരുത്. പാപത്തെക്കുറിച്ച്, പാപം എന്താണ് നമുക്കറിയാം. ആ പാപത്തിൽ നമ്മെ കരകയറ്റുവാൻ, ദൈവത്തോട് അടുപ്പിക്കുവാൻ സദാസമയം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പലപ്പോഴും പാപത്തിൽ നിന്ന് വിടുതല പ്രാപിച്ചിട്ട്, പാപത്തിൽ നിന്ന് പാപക്ഷമ ലഭിച്ചിട്ട് വീണ്ടും പാപത്തിലേക്ക് വഴുതിപ്പോകുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷെങ്കിൽ അപ്പോഴും തിരിച്ചു വരാൻ മനസ്സില്ലാതെ, പാപം ഏറ്റുപറയാൻ ഒരുക്കമില്ലാതെ, ഹൃദയത്തെ കഠിനപ്പെടുത്തി അനുതാപമില്ലാത്ത അതേ മനസ്സോടെ നാം മുന്നോട്ട് പോകുമ്പോൾ നാം ആരെയാണ് ദുഃഖിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിനെയാണ്. നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ജീവിത രീതികൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നുണ്ടോ എന്ന് ശാന്തമായി നാം മനസ്സിലാക്കുക. നമ്മോടുകൂടെ സദാസമയവും ചെലവഴിക്കേണ്ടതിന്, നമ്മെ ക്രിസ്തുവിൻ്റെ നാളിലേക്ക് ഒരുക്കേണ്ടതിന്, കർത്താവ് തൻ്റെ മണവാട്ടിയെ ചേർക്കുന്നതുവരെയും നമ്മുടെ പിന്നിൽ ഒരു വലിയ നിഴല് പോലെ നമ്മെ ആനയിക്കേണ്ടതിന്, നമ്മെ കൈപിടിച്ച് നയിക്കേണ്ടതിന് അതേ നമ്മുടെ കൂടെ നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വന്തം സഹോദരനെ സ്നേഹിക്കാതെ വരുമ്പോൾ, സഹവിശ്വാസിയെ സ്നേഹിക്കാതെ വരുമ്പോൾ, അവരൻ്റെ വേദനകൾ കണ്ടിട്ടും കാണാത്തവനെ പോലെ ജീവിക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ഇന്നതെന്നറിഞ്ഞിട്ടും അവനെ സഹായിക്കാൻ കൂട്ടാക്കാതിരിക്കുമ്പോൾ, അതെല്ലാം പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാവപ്രവൃത്തികളാണ് എന്ന കാര്യത്തിൽ നാം മറക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമ്മുടെ ഏതെങ്കിലും പ്രവർത്തനത്തിൻ്റെ ഫലമായി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പൗലോസ് പറയുന്നതിൻ്റെ കാരണം, അവനാലാണ് നിങ്ങളെ വീണ്ടെടുപ്പിൻ നാളിലേക്ക് മുദ്രയിട്ടിരിക്കുന്നത്. നമ്മെ വീണ്ടെടുപ്പിൻ്റെ നാളിലേക്ക്, കർത്താവിൻ്റെ ആ വീണ്ടെടുപ്പിൻ നാള്, ആ വീണ്ടെടുപ്പിൻ നാളിനെ പ്രതീക്ഷിച്ചാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഇവിടെ കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ട്. എന്നാൽ രോഗമില്ല, ദുഃഖമില്ലാത്ത ആ നിത്യതയുടെ തീരത്തേക്ക്, ആ സൗഭാഗ്യത്തിൻ്റെ അനുഭവത്തിലേക്ക്, ആത്മീയ നിർവൃതിയിലേക്ക് നമ്മെ നയിക്കേണ്ടത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവാണ് നമുക്ക് പകരക്കാരനായി, വീണ്ടെടുപ്പുകാരനായി നമ്മെ മുദ്രയിട്ടിരിക്കുന്ന വീണ്ടെടുപ്പിൻ നാളിലേക്ക് നമ്മെ മുദ്രയിട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുത്. നമ്മുടെ ചിന്തകൾ പരിശുദ്ധാത്മാവിനെതിരെ ആണോ എന്ന് ശാന്തമായി ചിന്തിക്കുക. നമുക്കറിയാം, യൂദായെക്കുറിച്ചറിയാം. എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മാവാണ് അവനോട് സംസാരിക്കുന്നത്. കർത്താവ് സംസാരിക്കുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ ചിന്ത കൊടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. കർത്താവിനെ ഒറ്റുകൊടുക്കുവാൻ തക്കവണ്ണം പന്തിയിൽ ഇരിക്കുമ്പോൾ, കർത്താവിനെ ഒറ്റുകൊടുക്കുവാൻ തക്കവണ്ണം അവന് ഒരുങ്ങുമ്പോഴും ഈ മനുഷ്യൻ ജനിക്കാതെ ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. തിരിഞ്ഞു ചിന്തിക്കുവാൻ കർത്താവിൻ്റെ പ്രസ്താവന ഇത് കേവലം ഒരു മാനുഷിക ശബ്ദമല്ല. പത്രോസോ യോഹന്നാനോ അല്ലെങ്കിൽ യാക്കോബോ പറയുന്ന ഒരു വാക്കല്ല. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിരത്തിൽ നടന്നു വീഴുന്ന വാക്കുകൾ. എന്താണ് ആ വാക്കുകൾ? മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. അത് തിരിച്ചറിയുവാൻ, ഞാനൊരു കഷ്ടക്കാരനായി, നാശക്കാരനായി,
ഞാനൊരു നാശത്തിൻ്റെ പുത്രനായി എന്തിനാണ് നിലകൊള്ളുന്നത്? തിരിഞ്ഞ് ചിന്തിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരാൻ യൂദായ്ക്ക് കഴിയുമായിരുന്നു. പക്ഷേ യൂദ അത് കൂട്ടാക്കിയില്ല. യൂദ പരിശുദ്ധാത്മാവിനെയാണ് ദുഃഖിപ്പിച്ചത്. പ്രിയ ദൈവമക്കളെ, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തത്, സത്യം അറിഞ്ഞിട്ടും സത്യത്തെ സ്നേഹിക്കാത്തത്, വെളിച്ചമാണ് നമ്മെ നയിക്കുന്നത് എന്നറിഞ്ഞിട്ടും വെളിച്ചത്തേക്കാൾ ഇരുട്ടിൻ്റെ പ്രവൃത്തിയെ അത് ഇഷ്ടപ്പെടുന്നത്, ഇതെല്ലാം പരിശുദ്ധാത്മാവിനെതിരെയുള്ള പ്രവൃത്തിയാണ് എന്ന കാര്യം മറക്കരുത്. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാത്തത് കൊണ്ട്, നമുക്ക് തൊടുവാൻ സാധിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ നേരിട്ടുള്ള ശബ്ദം കേൾക്കാത്തത് കൊണ്ട് ആത്മാവ് നമ്മെ നയിക്കുന്നില്ല എന്ന് ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് കുറ്റബോധം തരുന്നത്, കുറ്റബോധത്തിൻ്റെ മുൾമുനയിൽ നമ്മെ നിർത്തുന്നത്. മനസ്സാക്ഷിയിൽ ദൈവവചനം കേൾക്കുമ്പോൾ കുറ്റബോധം ഉണ്ടാകുന്നത്, നമ്മുടെ മനസ്സാക്ഷിക്കൊരു പാപബോധം ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിന് വിധേയപ്പെട്ട് നാം ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മെ അനുഗ്രഹിപ്പാനിടയായിത്തീരുന്നത്. മൂന്ന് എവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനെതിരെ മറുത്തു നിൽക്കുക. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 51-ാമത്തെ വാക്യം സ്തേഫാനോസിൻ്റെ പ്രസംഗമാണ്. സ്തേഫാനോസ് അതിഗംഭീരമായൊരു പ്രസംഗം നടത്തുകയാണ്. പിതാക്കന്മാരായിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ചും അതുപോലെ ആ പശ്ചാത്തലങ്ങളെക്കുറിച്ചും, മിസ്രൈമിൽ ഇസ്രായേൽ മക്കൾ അടിമകളായിരുന്നു, പ്രവാചകന്മാരെ അയച്ചു, ദൈവം മോശയെ അയച്ചു, ഇസ്രായേൽ മക്കളെ വീണ്ടെടുത്ത് മരുഭൂമിയിൽ കൂടി അവരെ തേനും പാലും വീഴുന്ന കനാൻ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ജാതികളെ നീക്കിക്കളഞ്ഞു. ദൈവം തന്നെ ജനത്തെ അനുഗ്രഹിച്ചു. അവരെ നേരായ മാർഗത്തിൽ നയിക്കേണ്ടതിന് ദൈവം പ്രവാചകന്മാരെ അയച്ചു. അതുപോലെ തന്നെ ദൈവം ഉപദേഷ്ടാക്കന്മാരെ അയച്ചു. അവർക്ക് ന്യായാധിപന്മാരെ കൊടുത്തു, രാജാക്കന്മാരെ കൊടുത്തു. അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് അതേ ജനം പോയി. അവസാനം കർത്താവ് ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു. ആ ക്രിസ്തുവിനെ നിങ്ങൾ കൈക്കൊണ്ടില്ല, ആ ക്രിസ്തുവിനെ നിങ്ങൾ ക്രൂശിച്ചു കൊന്നു എന്ന സ്തേഫാനോസിൻ്റെ പ്രസ്താവന കുറ്റബോധമുണ്ടാകേണ്ടതിനു പകരം അവർ പരിശുദ്ധാത്മാവിനെതിരെ മറുത്തു സംസാരിച്ചു. കോപപരവശരായി മാറി. അവരെ പല്ല് കടിച്ച് കല്ലുകളെടുത്ത് സ്തേഫാനോസിനെ എറിയുവാൻ അവർ തുനിഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെതിരെ മറുത്തു നിൽക്കുക. സത്യം അതെ അറിഞ്ഞിട്ടും പ്രതികരിക്കാൻ മനസ്സില്ലാതെ, കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ, ഏറ്റെടുക്കുവാൻ മനസ്സില്ലാതെ, പശ്ചാത്തപിക്കുവാൻ മനസ്സില്ലാതെ, അനുതാപമില്ലാത്ത നിലപാടിൽ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു അനുഭവം നമുക്കറിയാം. ഫറവോന്റെ അനുഭവം നമുക്കറിയാം. ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. സർവശക്തനായ ദൈവം മോശയിലൂടെ ഓരോ അത്ഭുതങ്ങളും ഓരോ അടയാളങ്ങളും ചെയ്യുമ്പോഴും ഞാനാകുന്നു എന്ന് ദൈവം പറയുമ്പോഴും ആ ദൈവത്തെ കൂട്ടാക്കാൻ മനസ്സില്ലാതെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ട് ഇരുന്ന ഫറവോന്റെ ചരിത്രം നമുക്കറിയാം. അവസാനം ഫറവോൻ ചെങ്കടലിൽ പട്ടുപോകാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, രാവിലെ സമയം പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന പാപപ്രവൃത്തികളെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. നമ്മുടെ ഹൃദയങ്ങളെ, അന്തരേന്ദ്രിയങ്ങളെ അറിയുന്നവനാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ വിചാരങ്ങളെ അറിയുന്നവനാണ് പരിശുദ്ധാത്മാവ്. അവന് മറിഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, എല്ലാം അവന് നഗ്നവും മലർന്നുമായി കിടക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. 2, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തെ ദുഃഖിപ്പിച്ചാൽ അതിൻ്റെ ശിക്ഷ ഭയങ്കരമാണ്. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടു അവനെ വീണ്ടും ക്രൂശിക്കുന്നവരും ക്രിസ്തുവിനെതിരെ ലോകാപവാദം വരുത്തുന്നവരുമായ അനേകം വ്യക്തികൾ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. പക്ഷെ ഞാൻ അവരോട് പറയട്ടെ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 3, പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കരുത്. നമ്മോട് സത്യം വെളിപ്പെടുമ്പോൾ ആ സത്യത്തിന് വിധേയപ്പെടുവാൻ നമ്മൾ കൂട്ടാക്കണം. ആ സത്യത്തിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കണം. മറിച്ച് നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് സത്യത്തിനെതിരെ നിലപാട് സ്വീകരിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടയാകരുത്. 4, 1 തെസ്സലോനിക്കർ 5:19 എഴുതിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്, പരിശുദ്ധാത്മാവിനെ ഒതുക്കരുത്, പരിശുദ്ധാത്മാവിനെ മൂടി വെക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്നറിയാം, പക്ഷേ ആ പ്രവർത്തനത്തിന് വിധേയപ്പെടാൻ മനസ്സില്ലാതെ പരിശുദ്ധാത്മാവിനെ പിടിച്ചു വെക്കുവാൻ, ഒതുക്കി വെക്കുവാൻ, അല്ലെങ്കിൽ കെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു അനുഭവം. വിളക്ക് കത്തിച്ചു വെച്ചിട്ട് ഒരു മൂടിയെടുത്തതിനെ മൂടി ആ വെളിച്ചത്തെ പ്രകാശിക്കാതിരിക്കാൻ അനുവദിക്കുന്ന പ്രവൃത്തിയാണ് കെടുത്തരുത് എന്ന് പറയുന്നത്. നമ്മൾ പറയില്ല, അതിനെ ഊതിക്കെടുത്തരുത്.
പ്രിയ ദൈവമക്കളെ, ദൈവം നമുക്ക് താലന്തുകൾ തന്നിട്ടുണ്ട്, കഴിവുകൾ തന്നിട്ടുണ്ട്. സത്യത്തെക്കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാം. എന്നാൽ പലപ്പോഴും അത് നമുക്ക് പ്രവർത്തിക്കാൻ മനസ്സില്ലാതെ നമ്മൾ നിഷ്ക്രിയരായി, പ്രവർത്തിക്കാൻ മനസ്സില്ലാത്തവരെ പോലെ ഒതുങ്ങിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കെടുത്തുന്നതിന് സമമാണ്. താലന്തുകൾ ഉണ്ടായിട്ട്, കഴിവുകൾ ഉണ്ടായിട്ട്, പ്രവർത്തിക്കാൻ അവസരമുണ്ടായിട്ട്, നമുക്ക് അംഗീകാരവും പണവും സ്വാധീനവും എല്ലാം ദൈവം നമുക്ക് നൽകി തന്നിട്ടും നാം അതിന് വിധേയപ്പെടാതിരുന്നാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. കർത്താവിൻ്റെ ദാസി മിസസ് വൈറ്റ് എഴുതിയ ഒരു ഗോത്രപിതാക്കന്മാരും പ്രവാചകന്മാരും എന്ന് പറയുന്ന ആ മഹത് ഗ്രന്ഥത്തിലൊരു കൊട്ടേഷൻ ഞാൻ നിങ്ങളോട് പറയാം. മനുഷ്യൻ്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നവരെ നിന്ദിക്കുന്നതും അപമാനിക്കുന്നതും പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമായി നിലനിൽക്കുന്നു. മനുഷ്യൻ്റെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നവരെ നിന്ദിക്കുന്നതും അപമാനിക്കുന്നതും പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, കർത്താവിൻ്റെ ഉപകരണങ്ങളായി മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണമാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും അവരെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിനും പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയുന്നതിനും പരിശുദ്ധാത്മാവിനെതിരെ മറുത്തു നിൽക്കുന്നതിനും കാരണമാകുന്ന പാപങ്ങളാണ് എന്ന കാര്യം നാം മറന്നുപോകല്ലോ. ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമമിടുകയാണ്. കാലാകാലങ്ങളായി ദൈവത്തിൻ്റെ സഭയെ, ദൈവത്തിൻ്റെ ജനത്തെ, ദൈവത്തിൻ്റെ മക്കളെ ആത്മീയതയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കാര്യസ്ഥൻ എന്ന് വിളിക്കപ്പെടുന്ന തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാം ദൈവം, ആ ദൈവത്തെ ഈ രാവിലെ സമയം നമ്മുടെ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, പെരുമാറ്റങ്ങൾ കൊണ്ട് ദുഃഖിപ്പിക്കരുത്, നിന്ദിക്കരുത്, പരിഹസിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് വിധേയപ്പെട്ട് അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയിൽ, അവിടുത്തെ ആത്മാവിൻ്റെ നിറവിൽ നാം എല്ലാവരും ആത്മനിറവോടെ, ആത്മശക്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് തക്കവണ്ണം പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ കഴിയണം. ഈ രാവിലെ സമയം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ശാന്തമായി നമ്മെ സമർപ്പിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുമെന്നും പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുമെന്നും അരുളിച്ചെയ്ത് അവിടുന്ന് പിതാവുകൾ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവിടുത്തെ ആത്മാവിനായി സ്തോത്രം. ആ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അവിടുത്തെ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കണം. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ കർത്താവേ. ഇന്ന് വചനം കേട്ട എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. എല്ലാവരും ദൈവങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുത്തെ നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും പ്രിയപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഹോപ്പ് ചാനലിലൂടെ ഈ കാലത്തിൻ്റെ അന്ത്യത്തിൽ നമുക്ക് ലഭിക്കുന്ന വിലപ്പെട്ട ദൂതുകൾ കേൾക്കുക, അതിന് വിധേയപ്പെടുക, മറ്റുള്ളവർക്ക് കേൾക്കുവാൻ തക്കണം അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. ലോക സുവിശേഷീകരണത്തിൽ ദൈവത്തിൻ്റെ സഭ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മീഡിയയാണ് ഹോപ്പ് ചാനൽ എന്ന് പറയുന്നത്. ആ ഹോപ്പ് ചാനലിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമായി നിങ്ങൾക്ക്, നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും എത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. അതിൻ്റെ പ്രവർത്തനങ്ങളെ ഓർക്കത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അനുഗ്രഹപ്രദമായ നന്മകൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.